ബേസിക്കലി തെങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടൽ സസ്യമാണ്. ഈ തെങ്ങിന് വേണ്ട സാധനം കടലിലെ എല്ലാ സാധനങ്ങളും വേണം. അപ്പം നമുക്ക് സീറോ ബഡ്ജറ്റിൽ ഈ തെങ്ങിന് ചെയ്യാവുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കുറച്ച് കുഴി കുത്തുക. തെങ്ങിൻ്റെ അടുത്തൂടെ ഒരു 2 അടി താഴ്ച 1 അടി ഉള്ളൊരു കുഴി കുത്തുക. എന്നിട്ട് കുഴി കുത്താൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു മീൻകടയിൽ പച്ചമീൻകടയിൽ ബക്കറ്റ് വയ്ക്കുക. ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് അതിൻ്റെ ചോട്ടിലിടുക. ആ കുഴിയിടുക, അന്ന് മൂടുക. അല്ലാണ്ട് കൊണ്ടുവന്നിട്ട് കുഴി കുത്താൻ പോയി കഴിഞ്ഞാൽ അന്ന് സമയം കിട്ടില്ല, നാട്ടുകാർ അടി വെച്ച് വരും. അതുകൊണ്ട് പറഞ്ഞ മണം. അപ്പോൾ ആ മീനിൻ്റെ അകത്തുള്ള ഒരു ഓയിലുണ്ട്. ആ ഓയിൽ മണ്ണിൽ ചേരുമ്പോൾ ഈ മണ്ണ് ഫലപുഷ്ടവും. അപ്പം ഇതിൻ്റെ ഈ ഓയിലൊക്കെ തിളക്കമില്ല. ആ തിളക്കമില്ലാത്തത് ഓയിലില്ല. നമ്മുടെ ബോഡിയിലൊരു തിളക്കമുണ്ട്, വെള്ള ശരീരത്തില്ല. പ്രായമാവുന്നതനുസരിച്ച് നമ്മൾ ഈ സ്കിന്നിൽ വന്നിട്ട് ആ തിളക്കം കുറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി ഒക്കെ തകർന്നു പോകും. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഈ ജീവികളുടെ എല്ലിൽ ഉള്ള ഓയിലുണ്ട്. അത് അഥവാ ശരിക്കും ഈ ഉണക്കമീൻ്റെ ഉപ്പ് കൂടുതലാണ്. 1 കിലോ മതി. സോഡിയം ക്ലോറൈഡ് 1 കിലോ മതി. പച്ചമീനകത്ത് അത് കൂടുതലുണ്ട്. പിന്നെ ഈ എല്ലുകടയിലൊക്കെ വേസ്റ്റ് ഇല്ല, ഇറച്ചിക്കടയിലെ എല്ലുപൊടിയേക്കാളും നല്ലത് അത് അതേപടി ഡംപ് ചെയ്യാം. വേസ്റ്റ് ഈ കോഴി അതിന് കഴുകുന്നില്ലേ നമ്മൾ ഇറച്ചി മീനൊക്കെ കഴുകില്ലേ, ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിന് റിസൾട്ട് വരും. അത് മണ്ണിലേക്ക് അട്ടഴുകി ചേരുമ്പോൾ ആ റിസൾട്ട് വരും. നിങ്ങൾക്ക് ഇത്രയും പറമ്പുണ്ട്, ആർക്കും ശല്യമൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കടക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഡംപ് ചെയ്ത് പട്ടി വന്നു അത് മൂടണം. അതേ പറഞ്ഞ കുഴി താത്തിക്കോളുക, മൂടാനുള്ള സാധനം കൂടെ അടുത്ത് വയ്ക്കുക. പിന്നെ അത് പെട്ടെന്ന് പോകണമെങ്കിൽ വേറെ സിമ്പിൾ പരിപാടി പറഞ്ഞുതരാം. ഇതും കിട്ടും. അതിൻ്റെ പൊക്കത്ത് ഇച്ചിരി മണ്ണിട്ടിട്ട് അതിൻ്റെ പൊക്കത്ത് കുമ്മായിട്ടിട്ട് മൂടിക്കഴിഞ്ഞാൽ മുകളിലേക്ക് മണം സ്പ്രെഡ് ചെയ്യും. കുമ്മായം തോളി 2 അടി താഴ്ചയുടെ കുഴിക്കകത്തേക്ക് മീൻ വേസ്റ്റ് ഇട്ടു. ഒരു 5 ലിറ്റർ മീൻ വേസ്റ്റ് ഇട്ടു. അതിനകത്തേക്ക് ഒരു 1 അടി പൊക്കത്തും മണ്ണിട്ടു. അതിൻ്റെ പൊക്കത്ത് കുറച്ച് കുമ്മായം തോളി, മുകളിൽ വീണ്ടും മണ്ണിട്ട് അതിൻ്റെ പൊക്കത്ത് ഇച്ചിരി കുമ്മായം കൂടെ തോളിക്കഴിഞ്ഞാൽ മണം മുകളിലേക്ക് സ്പ്രെഡ് ആവും. അത് അട്ടഴുകി മണ്ണിൽ ചേരുമ്പോൾ പുള്ളിയുടെ ദയാലിൻ്റെ കടയിലുണ്ടോ? ദയാൽക്കാരൻ്റെ സ്ഥലത്ത് ബയോഫിഷ് എന്ന് പറഞ്ഞ സാധനം മേടിക്കാൻ കിട്ടും. അത് ഉമ്മിക്കരിയും കടലിലെ മീനുകളുടെ വേസ്റ്റ് എല്ലാം കൂടെ പൊടിച്ചിട്ടൊരു ബയോഫിഷ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് 25 കിലോയുടെ ചാക്കിന് 600 രൂപ. പച്ചക്കക്ക പൊടിച്ചതിന് 20 കിലോയുടെ ചാക്കിന് 500 രൂപ. പിന്നെ ഒറിജിനൽ കൂട്ട് ട്രാപ്പർമാരുടെ അടുത്ത് ഈ മീറ്റ് കട്ട് ചെയ്യുന്നവരുടെ അടുത്ത് മസാല ഇതെല്ലാം അവിടെ പൊടിച്ചിട്ട് അത് കിലോ 50 രൂപ. അതൊക്കെ നല്ല. പക്ഷെ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത്രയും ലൈനിൽ 100 കണക്കിന് മീൻകടയാണ്. ഏതെങ്കിലും ഒരു മീൻകടയിൽ നിന്ന് വാങ്ങിച്ച് ബക്കറ്റ് വയ്ക്കുക, വൈകുന്നേരം കൊണ്ടുവയ്ക്കുക, പറമ്പിലിടുക. അതിൻ്റെ റിസൾട്ട് 2 കൊല്ലം കൊണ്ടറിയാം. ഈ മണ്ണിൽ ഈ മീനിൻ്റെ ഓയിലുണ്ടല്ലോ, ആ ഓയിൽ മണ്ണിലായി ആ മണ്ണിൽ ആ ഗുണമുണ്ടോ? നമ്മളിതെല്ലാം ഇവിടെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഞാനത് പറയുന്നില്ല. ബയോഫിഷൊക്കെ നല്ലതാണ്. പക്ഷെ അതിനകത്ത് കാർബൺ കരി ഉമ്മിക്കരിയില്ലേ, ഉമ്മിക്കരി കാർബൺ കമ്പോസ്റ്റിംഗ് എന്നൊരു പരിപാടിയില്ല. എന്താ അതിലുള്ള സാധനം നമുക്ക് വീട്ടിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കമ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് അഴുക്ക് മണമുള്ള സാധനം കമ്പോസ്റ്റായി കിട്ടും, പൊടിഞ്ഞു പോകും. ഉമ്മിക്കരി ഫ്രീ ആയിട്ട് കിട്ടും ഈ കാലിൽ ചെന്ന് കഴിഞ്ഞാൽ. അത് വാങ്ങിച്ചെന്ന് വന്നിട്ട് ആദ്യം ടാങ്ക് ഉണ്ടാക്കുക. ആ സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കാനുള്ള പരിപാടി ഞാൻ പറഞ്ഞില്ല. ഈ ഒരു ടാങ്കിലേക്ക് മീറ്റിന്റെ വേസ്റ്റോ വേസ്റ്റ് എല്ലാം കൂടെ അഴുകുന്നേ വരിടുക, എലിയത്ത വരിടുക. എന്നിട്ട് അതിന്റെ പൊക്കത്തേക്ക് ഒരു 2-3 ഇഞ്ച് കണക്കിന് ആദ്യം ഈ കരി വിരിക്കുക. കരി എന്ന് വെച്ചാൽ ഉമ്മിക്കരി. അതിന്റെ പൊക്കത്ത് മീൻ വേസ്റ്റോ ഇറച്ചി വേസ്റ്റോ വിരിക്കുക. അതിന്റെ പൊക്കത്ത് ഒരു 4 ഇഞ്ച് കനത്തിൽ വീണ്ടും ഉമ്മിക്കരി തൂടുക. അങ്ങനെ ഇടുക. മണം ഒരു തുള്ളി പുറത്തേക്ക് വരും. പൊടിഞ്ഞു പോകും. കാർബൺ അതിനെ പൊടിക്കും. ലിവിങ് കാർബണാണ് കരി. പൊടിച്ച് ലാസ്റ്റ് ഈ ടാങ്കിൽ നിറയുമ്പോൾ അത് എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഒന്നും കണ്ടല്ല, പൊടിഞ്ഞു. അത് വാരി മണ്ണിട്ട് കഴിഞ്ഞാൽ ഓർഗാനിക് കാർബൺ മണ്ണിന്റെ കളർ കറുപ്പ് വരും. മണ്ണിന് ഗുണം കൂടും. അതൊക്കെ ഏറ്റവും നല്ലത്. അത് മണ്ണിന് ജീവനുള്ളതാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിലേക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയില് മാത്രമേ ഇവർക്കുള്ളൂ. ഇതിനൊരു ബോർഡർ ഉണ്ട്, പിന്നെ അപ്പുറത്തേക്കൊന്നും കിട്ടില്ല. അപ്പൊ എല്ലാ ന്യൂട്രീഷൻസ് നമ്മൾ കൊടുത്തോണ്ടേ. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്നാ വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒന്നും കത്തിക്കുന്നില്ല. ചില പറമ്പിൽ എന്നു വെച്ചാൽ ചില പണിക്കാർ വന്നിട്ടുണ്ടല്ലോ, ചെള്ളു ചാകാനാന്നും പറഞ്ഞുകൊണ്ട് കൂട്ടിയിട്ട് കത്തിക്കും. അതിനോട് ഞാൻ എതിർപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ശരിയാണ്, ഞാൻ ചെയ്തോളൂ. ഇതൊക്കെ ബോറോൺ ഇല്ലാത്തതുകൊണ്ട് ആ പേട്ട് തേങ്ങ എല്ലാം ഇങ്ങനെ തുങ്ങി പോലെ തേങ്ങ അത്
അത് ബോറോൺ ഇല്ലാണ്ട് വരുന്നുണ്ട്. അങ്ങോട്ടും ന്യൂട്രീഷൻസ് കുറഞ്ഞു പോയി. ഇതിന് വേറെ സസ്യങ്ങളിലൊന്നും മണ്ണില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് കിട്ടുന്നുണ്ട്. ഈ കോഴിവളം ഇടുമ്പോൾ അറക്കപ്പൊടി അത് ഉള്ളെങ്കിലേ അതല്ല മുട്ടക്കോഴിയുടെ ആണെങ്കിൽ നൈട്രജൻ ഫുള്ളായിട്ട് കിട്ടും. ബാക്കി ന്യൂട്രീഷൻസ് ഒന്നും കിട്ടില്ല. ബാക്കി ന്യൂട്രീഷൻസ് വല്ല കിട്ടണമെങ്കിൽ നമ്മൾ ചേർത്ത് വെക്കും. പൊട്ടാഷ് നിർബന്ധമാണ്. പൊട്ടാഷ് കൊടുക്കാതെ തെങ്ങിൻ്റെ ഗ്രോത്ത് ശരിയായ രീതിയിൽ ഉണ്ടാവില്ല. പിന്നെ തെങ്ങ് കുറച്ചുകൂടെ യങ്ങായ കാരണം വലിയ സിംറ്റംസ് കാണിക്കില്ല എന്ന് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഓലയുടെ ഇത് കണ്ടത് ആ ഭാഗം കൂടെ കുറച്ച് ഒടിച്ചു വെച്ചേക്കുന്നുണ്ട്. ഒടിച്ചു വെച്ചിട്ട് എന്തി കരിയും. ഓലയുടെ എന്തി ഇങ്ങനെ കരിഞ്ഞ് ഇങ്ങനെ പൊടിഞ്ഞു വരും. ആ പൊടിഞ്ഞു തന്നെ സിംറ്റംസ് കാണിക്കണമെന്നറിയോ? പൊട്ടാഷ് കുറഞ്ഞു പോയിട്ട് ഈ സസ്യം അതിന്റെ മുകളിലേക്ക് വേണ്ടിയിട്ട് ഇതിനെ പൊടിച്ച് ചാടിക്കുന്നത്. അപ്പോൾ നമ്മൾ മുറ്റത്തൊക്കെയാണ് അത് അടിച്ചു വരി കൊള്ളകൾ. നമ്മുടെ ശരീരം ഇതേപോലെ തന്നെ സിംറ്റംസ് കാണിക്കും. നമ്മുടെ കൈയൊക്കെ നഖമൊക്കെ പോകുന്ന കാൽസ്യന്റെ കാൽസ്യം ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ശരീരം അബ്സോർവ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴേക്കാണ് ഇങ്ങനെ കാണിക്കുന്നത്. നഖങ്ങളുടെ അടിയിൽ നിന്നൊക്കെ കാൽസ്യം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കിട്ടുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സസ്യവും ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളി പോലെ വരും. അതെഴുതി കണ്ടോ? ചൂടുവെള്ളം ഒഴിച്ചിട്ട് പൊള്ളി പോലെ വട്ടത്തിൽ വന്നിട്ട് പൊട്ടാഷ് കുറയും. മൊത്തത്തിലൊരു ലീഫിൽ ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു മഞ്ഞപ്പ് എല്ലാ സസ്യത്തിനും ഉണ്ടെങ്കിൽ എന്ത് കുറവെന്ന് മഗ്നീഷ്യമാണ് കുറയും. മഗ്നീഷ്യം കുറഞ്ഞു കഴിയുമ്പം പച്ചപ്പ് കുറയും. അത് മഗ്നീഷ്യം ഇടണം. മഗ്നീഷ്യം ഇടാണ്ട് പോകില്ല. പക്ഷെ പൊട്ടാഷ്യം മഗ്നീഷ്യം കൂടെ ഒന്നിച്ചിടരുത്. മഗ്നീഷ്യം ഇടുമ്പോൾ 250 ഗ്രാം ഇടാവുള്ളൂ. അതിന് വിലക്കുറവ് 24 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ 1 കിലോ വാരി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉള്ള പേരും കൂടെ പൊള്ളി. ഒരു വർഷം 2 പ്രാവശ്യം 250 ഗ്രാം വെച്ച് 2 പ്രാവശ്യം മഗ്നീഷ്യം 1 കിലോ വെച്ച് 2 പ്രാവശ്യം 3 പ്രാവശ്യം 2 കിലോ പൊട്ടാഷ്യം 3 പ്രാവശ്യം ഇട്ടാലും നല്ലതാണ്. 2 പ്രാവശ്യം ഇട്ടാലും നല്ലതാണ്. അപ്പോൾ 2 കിലോ പൊട്ടാഷ്യം ഇടണം. ബോറോൺ 200 ഗ്രാം വേണം. അത് 2 പ്രാവശ്യമായിട്ട് വേണം. അത് ഒരു സമയത്ത് മാത്രമേ ചെയ്യും. അതിടുമ്പോൾ മാത്രം ഇടാവുള്ളൂ. വേറെ ഒന്നിൻ്റെയും കൂടെ ഇടരുത്. നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഒന്നിച്ചിടാം. അതിന്റെ കൂടെ മറ്റുള്ളത് ആഡ് ചെയ്യാം. ഇപ്പൊ ആൾക്കാര് സമയമാണോ നിങ്ങൾ കട ചെല്ലുമ്പോൾ പൊട്ടാഷ് കിട്ടാൻ ഇപ്പൊ പാടാ. ഇച്ചിരി വില കൂടിയുണ്ട്. മൂടി വെച്ചേക്കും. അപ്പൊ നിങ്ങൾക്ക് തെങ്ങുകളാണെന്നും പറഞ്ഞിട്ട് 18, 9, 18 കൊണ്ടുപോകാൻ പറ്റും. അത് ദയവ് ചെയ്ത് വാങ്ങിക്കരുത്. അതിന് 25 രൂപ കിലോ വിലയുള്ളൂ. 38 രൂപ കിലോ വിലയാണ് പൊട്ടാഷ്. ഫോസ്ഫറസിന് രാജ്ഫോസിന് വലിയ വിലയില്ല. യൂറിയയ്ക്ക് അത്യാവശ്യം വിലയുണ്ട്. ഈ സാധനം ഇവന്മാർ ഇതിനകത്ത് 18, 9, 18 എന്ന് കഴിഞ്ഞാൽ എങ്ങനെ അറിയോ? NPK നൈട്രജൻ 18, പി എന്നുള്ളിടത്ത് ഫോസ്ഫറസ് ആണ്, അത് 9 ആണ്. പിന്നെ 18, കെ എന്നുള്ളത് പൊട്ടാഷ്. അപ്പൊ അങ്ങനെയാണ് NPK. അപ്പൊ അത് 18. അങ്ങനെയാണ് അതിന്റെ റേഷ്യോ വെച്ചത്. അങ്ങനെയാകുമ്പോ ഈ 1/3 ഭാഗത്ത് പൊട്ടാഷ് ഉണ്ട്. ഈ വിലയ്ക്ക് തരാൻ പറ്റില്ല. അത് കണ്ട ബ്രാൻഡഡ് കമ്പനിയല്ലോ. അതൊക്കെ കണ്ട ഈ തമിഴ്നാട്ടിലെ മട്ടിപ്പാറ പൊടിച്ച അതിനെ നമ്മൾ കൂട്ടുവളങ്ങൾ എന്ന് പറയും. മണ്ണിന് നമ്മൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്നറിയോ? നേർവളങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും പറമ്പുണ്ടല്ലോ, 50 കിലോ യൂറിയ മേടിക്കുക, 50 കിലോ പൊട്ടാഷ് മേടിക്കുക, 50 കിലോ രാജ്ഫോസ് മേടിക്കുക, മിക്സ് ചെയ്യുക, വരുത്തുക. അതിന് നേർവളങ്ങൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ FACT സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് അടിക്കുന്ന ശാസ്ത്രജ്ഞന്മാരവിടെ ഉണ്ടാക്കണം. FACT ഉണ്ടാക്കണം. അല്ലാണ്ട് ഈ തമിഴ്നാട്ടിൽ ഉണ്ടാക്കണ കൊണ്ട് വഴിയെ പോകണ വേസ്റ്റ് വാരിട്ടൊന്നുണ്ട് അതല്ല. അപ്പൊ അവിടെ കൃത്യം ഇതിലുണ്ടാക്കുന്ന ആ സാധനം നമുക്ക് വാങ്ങിച്ച് നമ്മുടെ പറമ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു 50% ഗുണം കിട്ടും. ഇതൊക്കെ ഉണ്ടല്ലോ പൊട്ടാഷ്യം നല്ലപോലെ വേണം. ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യം കിട്ടും. ഇത് കഴിച്ചാൽ റംബുട്ടാണ് ഇതിനകത്തൊക്കെ നമുക്ക് പെട്ടെന്ന് പൊട്ടാസ്യം കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിന് പൊട്ടാസ്യം വേണം.